ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പായിട്ട് വി കോളർ നെക്കുള്ള ഒരു കുർത്തിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടൊരു കാര്യമാണ് വി കോളർ നെക്കിൽ ഫ്രണ്ടിൽ കുറച്ച് പ്ലീറ്റ് വരുന്ന ഒരു മോഡൽ. ആ ഒരു മോഡലിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ടൈമിനുള്ളിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു മോഡൽ ചെയ്യാനായിട്ട് ഞാൻ 1.25 ഇഞ്ച് ലെങ്ത്തുള്ള തുണിയാണ് എടുത്തിരിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു തുണിയുടെ വീതി വരുന്നത് 44 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് വരുന്നത് 1.25 ഒരു ചെറിയ പോയിന്റും കൂടി ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ഇത് കട്ട് പീസാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു തുണിയുടെ മെഷർമെൻറ്റ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ഈ ഒരു മോഡലിൽ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയ പീസ് തുണി ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓപ്പൺ വരുന്ന ഭാഗം. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് മടക്ക് വശമാണ് കേട്ടോ വരണേ, മടക്ക് ഭാഗമാണ് വരണേ. ഞാൻ ദേ 11 ഇഞ്ച് വീതിയിൽ തുണി ഒന്ന് ഹാഫായിട്ട് ഇതുപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. 11 ഇഞ്ച് വീതിയിൽ ഞാൻ ഇതുപോലെ തുണി ഹാഫായിട്ട് മടക്കി ഇട്ടു. ഇനി നമുക്കിതിൽ ഷോൾഡറും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോളർ നെക്കാണ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ സാധാ എടുക്കണ നെക്കിനേക്കാൾ ഷോൾഡറിനേക്കാൾ കുറച്ച് കൂട്ടിയിട്ടാണ് ഷോൾഡർ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ കൊടുക്കുന്നത്. അപ്പോൾ അതേ ഷോൾഡർ 7 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ആം ഹോളും 7 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 9.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ 9.5 ഇഞ്ചിൻ്റെ അവിടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. പ്ലസ് തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ ഈ ഒരു വെള്ളക്കടലാസ് വെക്കാൻ കാരണം ഈ ഒരു വൈറ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് ഡിം ഔട്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു വൈറ്റ് എപ്പോഴും വെച്ച് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് ഷേപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് ഇവിടെയാണ് വരുന്നത് 13 ഇഞ്ച്. ഇനി അടുത്തായിട്ട് ഞാൻ സ്ലിറ്റ് ഓപ്പണിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 19.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. നിങ്ങൾക്കിത് എ ലൈനായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്ലിറ്റഡ് ആണ് ചെയ്യണേ. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ ഞാൻ 8.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ 8.5 ഇഞ്ചും പിന്നെ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഇവിടെയാണ് 8.5 ഇഞ്ച് വരണേ, അവിടെ മാർക്ക് ചെയ്തു. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ഞാൻ 10 ഇഞ്ചും പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ ആയതുകൊണ്ട് 1 ഇഞ്ച് മാത്രമാണ് കേട്ടോ അവിടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ദേ ഇവിടെയാണ് 10 ഇഞ്ച് വരണേ, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. പിന്നെ അതേ എക്സ്ട്രാ കറക്റ്റ് 1 ഇഞ്ച് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കറക്റ്റ് കണ്ടിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ 1 ഇഞ്ച് അവിടെയും മാർക്ക് ചെയ്തു. സ്ലിറ്റിൻ്റെ അവിടെ അധികം കണ്ട് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭംഗിയായിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടെയും സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് ഭംഗിയായിട്ട് അങ്ങ് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ അടിയിലേക്ക് സ്ലിറ്റിൻ്റെ അടിഭാഗത്തെ വണ്ണം ഉണ്ടല്ലോ, അത് നമ്മൾ സ്ലിറ്റ് ഓപ്പണിൻ്റെ അതേ വണ്ണം തന്നെയാണ് കേട്ടോ എടുത്തിരിക്കണേ. അതാണ് സെപ്പറേറ്റ് അത് മാർക്ക് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ ഞാൻ കാണിക്കാം. ദേ സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ നമ്മൾ 10 ഇഞ്ചും 1 ഇഞ്ചുമാണ് തയ്യൽ തുമ്പ് എടുത്തിരിക്കണേ. ആ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ അടിയിലേക്കും മാർക്ക് ചെയ്തിരിക്കണേ. അതാണ് ഞാൻ സെപ്പറേറ്റ് മാർക്ക് ചെയ്യാത്ത സ്ട്രെയിറ്റ് കട്ടായിട്ടാണ് കേട്ടോ ഈ ഒരു മോഡൽ ചെയ്ത് കൊടുത്തിരിക്കണേ. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ. ഇനി അടുത്തതായിട്ട് നെക്കിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നെക്കിൻ്റെ വീതി ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ 3.5 ഇഞ്ച് ഞാൻ ഒന്ന് കണ്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നെക്കിൻ്റെ വീതി 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കുന്നുണ്ട്. 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോൾ വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഷോൾഡർ സ്ലോപ്പ് വരച്ച ആ ഒരു പോയിന്റിൻ്റെ അടിയിലേക്ക്
എത്രയാണ് മെഷർമെൻറ്റ് വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കി. ഇനി അതിൻ്റെ കറക്റ്റ് പകുതി കണ്ടിട്ടൊന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ കറക്റ്റ് പകുതി കണ്ടിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പ് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് ആം ഹോളും വരച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് നീറ്റായിട്ട് അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. ബാക്കിൽ നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നില്ല, കോളർ ആയതുകൊണ്ട് ബാക്കിൽ നെക്കിൻ്റെ കട്ടിംഗ് ഒന്നും വരുന്നില്ല കേട്ടോ. ഈ ഒരു മോഡൽ വി കോളർ വിത്ത് ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വി കോളർ മാത്രം വരുന്നൊരു മോഡൽ ചെയ്തിട്ടുണ്ട്. പ്ലീറ്റ് ഒന്നും ഇല്ലാത്തൊരു മോഡലാണ്. അപ്പോൾ ആ ഒരു മോഡൽ വേണ്ടവർക്ക് അതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. നേരെ അടിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കണേ. സെയിം ഇതേ മെഷർമെൻറ്റ് തന്നെയാണ്. അതെ, ഇവിടുത്തെ അതേ മെഷർമെൻറ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു അടിവശത്തും മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ. അതുകൊണ്ടാണ് കേട്ടോ അടിയിൽ മാർക്കിംഗ് ഒന്നും കൊടുക്കാഞ്ഞേ. സെയിം ഇവിടുത്തെ മെഷർമെൻറ്റ് തന്നെയാണ് അടിയിലും. 10 ഇഞ്ചും പ്ലസ് 1 ഇഞ്ചും കറക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് കട്ടായിട്ട് നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ തയ്ക്കാനായിട്ട് പറ്റൂ കേട്ടോ. അങ്ങനെ ബാക്ക് പോർഷൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബാക്ക് പോർഷൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്യണേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പീസ് തുണി ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ സൈഡ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മടക്ക് വശം വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലാണ് വരണേ. ഇതിൻ്റെ ഒരു സൈഡിലേക്ക് വരുന്ന വീതി ഞാൻ 14 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കണേ. ദേ 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ 11 ഇഞ്ച് വീതിയിലാണ് വൺ സൈഡ് മടക്കിയിട്ടാണ് ബാക്ക് പോർഷൻ കട്ട് ചെയ്തത്. അതിനേക്കാൾ 3 ഇഞ്ച് കൂട്ടി 14 ഇഞ്ചിലാണ് ഈ ഒരു ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ തുണിയിട്ടിരിക്കണേ. ഇനി മുകളിലും താഴെയും ഞാനൊരു 3 ഇഞ്ച് ഈ ഒരു മടക്ക് വശത്ത് നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇടയിലും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത ആ ഒരു പീസ് തുണി ഈ ഒരു 3 ഇഞ്ചിലേക്ക് വെച്ച് കൊടുക്കണം. ഇത്രയും ഭാഗം നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വേണം നമ്മൾ കട്ട് ചെയ്ത ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ദേ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്കാണ് ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കുന്നത്. ദേ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് കറക്റ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതേ കറക്റ്റായിട്ട് ബാക്ക് പോർഷൻ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ അങ്ങ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രോക്കുകളുടെയും അതുപോലെ തന്നെ ട്രെൻഡിങ് കുർത്തിയുടെയും സിഗരറ്റ് പാൻറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള സ്റ്റിച്ചിങ്ങും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് ഈ ഒരു ബാക്ക് പോർഷൻ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഈ ഒരു 3 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത ലൈനില്ലേ, അതൊന്ന് സ്ട്രെയിറ്റ് കുറച്ച് നീളത്തിൽ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതുപോലെ കുറച്ച് നീളത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വീതി ഇവിടെ മാർക്ക് ചെയ്യണം 3.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വീതി ഈ ഒരു ലൈൻ്റെ ഇപ്പുറത്തേക്ക് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ലൈൻ്റെ അപ്പുറത്തേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നെക്കിൻ്റെ ഇറക്കം 8 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അത് നമ്മൾ കോളറൊക്കെ വെച്ചതിന് ശേഷം കറക്റ്റ് ലെങ്ത്തിൽ നമുക്കായി കിട്ടിക്കോളും. 8 ഇഞ്ച് അപ്പോൾ നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. നേരെ അടിയിലേക്ക് 8 ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്തു. ഇവിടെയും 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് സ്ട്രെയിറ്റ് അങ്ങ് വരയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു ലൈൻ്റെ ഇപ്പുറത്തേക്ക് 1/2 ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്യാം കേട്ടോ. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും ഈ ഒരു പോയിന്റും
ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നെക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഷേപ്പിന് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ തയ്യൽ തുമ്പും ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഇവിടെ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ. ഇനി ഫ്രണ്ടിലെ ആം ഹോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഫ്രണ്ടിലെ ആം ഹോളും ചെറുതായിട്ട് കുഴിച്ച് കട്ട് ചെയ്തു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ആദ്യമേ തന്നെ വീതിക്ക് തുണീനൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തു. അപ്പോൾ അത് ഇതാണ് ഓപ്പൺ സൈഡ്. അതുപോലെ തന്നെ മടക്ക് വശം വരുന്നത് ഈ ഒരു സൈഡിലാണ്. അപ്പോൾ ഞാൻ വീതിക്കൊന്ന് ഹാഫായിട്ട് മടക്കി. ഇനി നമുക്ക് നീളത്തിന് ഒന്നും കൂടി ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നീളത്തിന് ഒന്നും കൂടി ഇതിനെ ഒന്ന് ഹാഫായിട്ട് മടക്കുന്നുണ്ട്. അപ്പോൾ തുണി നമ്മൾ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കണേ 12 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മുകൾ ഭാഗത്താണ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വരിക. അപ്പോൾ ഈ ഒരു മുകളിൽ 12 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മടക്കി അടിക്കാൻ 1 ഇഞ്ചും അതുപോലെ തന്നെ 1/2 ഇഞ്ച് ഇവിടെ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യാനും, അങ്ങനെ ഫുൾ ലെങ്ത്ത് തയ്യൽ തുമ്പോട് കൂടിയിട്ടാണ് കേട്ടോ 12 ഇഞ്ച് എടുത്തിരിക്കണേ. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ അടിയിലേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എവിടെയാണ് 8 ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 8 ഇഞ്ച് വരണോടത്ത് ഞാൻ ഇങ്ങോട്ട് ഒരു 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതേ ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കാം. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് അളന്ന് നോക്കുക. ഈ ഒരു ലെങ്ത് ഞാൻ അളന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കറക്റ്റ് പകുതി കണ്ടിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് പകുതി കണ്ടിട്ടൊന്ന് മാർക്ക് ചെയ്തു. ഈ ഒരു പകുതി മാർക്ക് ചെയ്തുല്ലോ, അതിൻ്റെ അടിയിലേക്ക് ഞാൻ ഉള്ളിലേക്കാണ് ഷേപ്പ് ചെയ്ത് വരയ്ക്കണേ. ഒന്ന് ചെറുതായിട്ട് ഉള്ളോട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇതേ ഒന്ന് ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്ത് വരച്ചു. ഇനി ഈ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് ഞാൻ പുറത്തേക്കാണ് ഷേപ്പ് കൊടുക്കുന്നത്. ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു കർവ് ഷേപ്പ് ഉണ്ടല്ലോ, അത് ദേ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേ സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സ്ലീവ് ഓപ്പണിൻ്റെ അവിടെ 5.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് അവിടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയും തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് അടിയിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ 2 പോയിന്റും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം. വേറൊരു കാര്യം ഞാൻ വിട്ടുപോയി, ഞാൻ ഒരു 4.5 ഇഞ്ചിൽ ഷേപ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് ഞാനൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അവിടുത്തെ വണ്ണം ഞാൻ 6.5 ഇഞ്ചും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 6.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. അവിടെയും തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ടേപ്പ് വെച്ച് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷേപ്പ്, ഈ വരച്ച ഷേപ്പ് ഒന്ന് മാറ്റുകയാണ് കേട്ടോ. അതെ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ 6.5 മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റിലേക്കൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് സ്ലീവ് മാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വരച്ചൊന്ന് മാച്ച് കളയുന്നുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ തെറ്റി വരച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം.
ഞാൻ ഈ കാണിച്ചതിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ചുരിദാർ കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതിൻ്റെയും ഡീറ്റെയിൽഡ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ചാനലിലുണ്ട്, കണ്ടു നോക്കൂ. അങ്ങനെ 2 സൈഡിലേക്കുള്ള സ്ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ 2 സൈഡിലേക്കുള്ള സ്ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 2ൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ഇതുപോലെ ചേർത്ത് വയ്ക്കുകയാണ്. 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ചേർത്ത് വെച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ മാത്രം ഒന്ന് ചെറുതായിട്ട് എടുത്ത് കുഴിച്ച് കട്ട് ചെയ്യാം. അങ്ങനെ ഫ്രണ്ടിലെ സ്ലീവ് നമ്മൾ ഇതേ ചെറുതായിട്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കളയാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷൻ എന്ന് അറിയാനായിട്ട് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കോളറിനുള്ള തുണി കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിനു മുമ്പുള്ള വി കോളറിൻ്റെ കട്ടിങ് കണ്ടിട്ടുള്ളവർക്കറിയാം, കോളറിൻ്റെ കട്ടിങ് അത്രയും സിമ്പിളാണ്. ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് കേട്ടോ പറഞ്ഞിരിക്കണേ. അപ്പോൾ ഇത് എങ്ങനെയാണ് കോളറിൻ്റെ മെഷർമെൻറ്റ് എടുക്കണേന്ന് പറഞ്ഞുതരാം. നമ്മൾ നെക്കിൻ്റെ വീതി 3.5 ഇഞ്ചല്ലേ എടുത്തിരിക്കണേ. ദേ നെക്കിൻ്റെ വീതി ഒരു 3.5 ഇഞ്ചാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കണേ. അപ്പോൾ അവിടെ ടേപ്പ് വയ്ക്കുക. ദേ 3.5 ഇഞ്ചിൽ ഇത് എങ്ങനെ ടേപ്പ് വെച്ചു. ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ചുറ്റുള്ള അളവൊന്ന് അളക്കാനാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ദേ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തേ, അവിടെ ടേപ്പ് വെച്ചു. നേരെ അടിയിലേക്ക് നമുക്ക് കുറച്ച് നീട്ടിയെടുക്കാം. അപ്പം ഞാൻ കുറച്ചധികം നീട്ടിയെടുക്കുന്നുണ്ട്. ദേ 16 ഇഞ്ചോളം അടിയിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ദേ ഈ ഒരു പോയിന്റിൽ നിന്ന് കുറച്ചധികം തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ദേ 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം 16 ഇഞ്ച്. ഇനി നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഈ 16ൻ്റെ ഇരട്ടി വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ 16ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 32. അപ്പോൾ കോളറിനുള്ള തുണി കട്ട് ചെയ്യുന്നത് ലെങ്ത്ത് വരുന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ കോളർ ചെയ്യാനായിട്ട് ഞാൻ ലെങ്ത്ത് 32ഉം അതുപോലെ തന്നെ വീതി 3 ഇഞ്ചും വരുന്ന തുണി പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കണേ. വീതി 3 ഇഞ്ചും ലെങ്ത്ത് 32 ഇഞ്ചും ഉള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ.